പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 13 വ്യാഴാഴ്ച. എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ മക്കളെ, ജീവിതാവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവിടെ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ അങ്ങയുടെ അവകാശമോഹരിമായ തിരുസഭയെ, എൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആശീർവാദത്തിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും, അവരുടെ ജീവിതാവസ്ഥകളെ, അവരുടെ കുടുംബങ്ങളെ, ഇന്നത്തെ ജീവിത പ്രത്യേക ചുറ്റുപാടുകളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ സാന്നിധ്യം ആ മക്കളെവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിനെ ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ ജോലി ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ സാമ്പത്തിക പരാധീനത ആശീർവദിക്കപ്പെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാവട്ടെ. നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷം തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആശീർവാദത്താൽ പുനഃസ്ഥാപിക്കപ്പെടുകയും സമാധാനത്തിന് സംലഭ്യമാവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും ആസ്വദിക്കപ്പെടട്ടെ. നിന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിൻ്റെ ജീവിത മാർഗങ്ങൾ, നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, നീ സ്വകാര്യമായി ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ബാധ്യതകൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ.
നീയല്ല, കർത്താവാണ് നിനക്കിവിടെ ചെയ്തതെന്ന് ബോധ്യമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിനക്ക് ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തെ ആശീർവദിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാവിധ തകർച്ചകളെ അതിജീവിക്കുന്നതിനായി ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ മക്കൾ, നിൻ്റെ മക്കളുടെ തൊഴിലിടങ്ങൾ, അവിടെ പഠന സ്ഥലങ്ങൾ, അവിടെ യാത്രകൾ, എന്തെങ്കിലും ഇഷ്യൂസ് പൊട്ടലും ചീറ്റലും കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മുഖം കറുപ്പിച്ചൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ശക്തി ഈ ആശീർവാദത്തിൻ്റെ കൃപയാൽ ഈ നിമിഷം ആ വ്യക്തിയെ സ്പർശിക്കട്ടെ. ഏതെങ്കിലും ഏടാകൂടെ ബന്ധങ്ങളിൽ നീ ചെന്ന് അകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നീ മാനസികമായി പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്നു. നിന്നെ തകർത്തിട്ടിരിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നിമിഷം നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ കുരുക്ക് പിടിച്ച കാര്യങ്ങൾ, ചിലപ്പോൾ ബന്ധങ്ങളാകാം, ബിസിനസ്സുകളാകാം, ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ടുള്ള പെസകളാകാം, അതുമൂലം തെറ്റിദ്ധാരണയാകാം, അതുമൂലം ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാകാം. എല്ലാ കുരുക്കുകളും യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് വേദനിച്ചത്? എന്തിനു വേണ്ടി ഇന്നലെ വേദനയോടെ കിടന്നുറങ്ങിയത്? എന്ത് ഭാരമാണ് നിനക്ക് ഇന്ന് ഉണർച്ചയിൽ, എന്ത് ഭാരതത്തിൽ ഉണർന്നു വന്നത്? ആ മേഖലയെല്ലാം നിൻ്റെ കർത്താവും രക്ഷകരും ആയ യേശു ക്രിസ്തു നിന്നെ ആശീർവദിക്കുകയും പരിശുദ്ധ അമ്മ നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ആശീർവാദത്തിൻ്റെ ശക്തി നീ ഇന്നുറങ്ങാൻ വരുന്നവരെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. ലോർഡ് ആൻഡ് പീസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമുക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു വിൽ ബി ലെഫ്റ്റ് ഇൻ ദി എയർ, വിൽ നോട്ട് ഹാവ് എനി സോഴ്സ് ടു സോൾവ് ഇറ്റ്. ഒരു വിഷയം പരിഹരിക്കുന്നതിന് നമുക്ക് മുമ്പിൽ ഒരു പോംവഴിയും കാണുന്നില്ല. ചില ആൾക്കാർ പറയല്ലോ, ഒരു പോംവഴിയില്ല എന്ന് പറയുന്നത്. ഒരു പോംവഴി ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഒരു വിശ്വാസ ജീവിതത്തിൽ ഇല്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ട് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, ഞാൻ തന്നെയാണ് വഴിയെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഴിപ്പെടുത്തി എടുക്കണം. ഞാൻ പണ്ട് നിങ്ങളോട് ഇതേ പന്തിയെ പറഞ്ഞിട്ടില്ലേ, ഇസ്രായേൽ രാജാവ് ഏതോൻ രാജാവും കൂടി യുദ്ധത്തിന് പോയ കാര്യം മോവാബുമായിട്ട്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് നമ്മൾ 7,000-6,000 സൈന്യമേ ഉള്ളൂ, മോവാബ് 30,000 സൈന്യമുണ്ട്, യുദ്ധം നമ്മൾ തോക്കും. അപ്പോൾ നമ്മുടെ മക്കൾ മരിക്കും, നമ്മുടെ ഒട്ടകങ്ങൾ മരിച്ചു. ഓൾറെഡി ഒട്ടകങ്ങൾ വെള്ളമില്ലാതെ ചത്തുകൊണ്ടിരിക്കണം, നമുക്കും വെള്ളം കിട്ടണില്ല. തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ തിരിച്ചു പോകണ്ട എന്ന് പറയുന്നതിന് ഒരു ന്യായം എന്താ പറയണത്? 2 രാജാക്കന്മാർ 3:15 വായിച്ചേ. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. പോകണ്ടെന്ന് ന്യായം പറയണത് എലീഷ അവിടെ ഒരു ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്ന ഒരാളെ അവരന്വേഷിച്ചപ്പോൾ എലീഷ ആ പ്രവിശ്യയിലുള്ള ആളാണ്. എലീഷയെ വിളിപ്പിച്ചു. എലീഷയോട് പറഞ്ഞു, ഞങ്ങൾ ജയിക്കുമോ? പോകണോ യുദ്ധത്തിന്? യുദ്ധം ചെയ്തില്ലേ അവർ നമ്മളെ കൊല്ലും, യുദ്ധം ചെയ്താലും കൊല്ലും, പൊരുതി വെക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ വെള്ളമില്ലാതെ കഴുതകളും ചത്തു, ഒട്ടകവും ചത്തു, വല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോഴേ പുള്ളിക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്. ഇതാണ്, ഒരു ഗായകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്നാ പറയണത്. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷായുടെ മേൽ ആവസിച്ചു. അതായത് ഗായകൻ അവിടെ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ഈ ശക്തി എങ്ങനെ ജനറേറ്റ് ചെയ്തത്? ശക്തി ജനറേറ്റ് ചെയ്യണത് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. ദൈവം സ്നേഹമല്ലേ? അപ്പം ആ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തണമെങ്കിൽ നമുക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വേണം. ഇതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ സത്തയിൽ ദൈവം ശക്തിയാണ്, സ്വരൂപത്തിൽ സ്നേഹമായത് കാരണം ഈ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ശക്തി അപ്ലോഡ് ചെയ്യും. അതാണ് കർത്താവ് പറയേണ്ടത്. അത് വിശ്വാസം കാണിച്ചാലും മതി. കർത്താവ് പറയണില്ലേ 8:46 ലൂക്കാസ് വിശേഷത്തിലില്ലേ, യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. ആ രക്തസാക്കാരുടെ കാര്യമാണിത്. ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. അത് ഇത്രേ ഉള്ളൂ. അതായത് ദൈവം
സ്വരൂപത്തിൽ സ്വരൂപത്തിൽ സ്നേഹവും സാരാംശത്തിലും സത്യയിലും ശക്തിയുമാണ്. അപ്പോൾ ഈ ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്തു വരുന്നത് ശക്തിയായിരിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും മഹത്വപ്പെടുത്താനുള്ള മീൻസ് എന്ന് പറയുന്നത് എന്താണത്? ആക്ടിവേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. അപ്പോൾ ആ രക്തസ്രാവക്കാരി ചെയ്തത് എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഉള്ളിൽ അവൾ കൈയും കാലും എടുത്ത് പ്രാർത്ഥിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ല, സ്തുതിച്ചില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് റിമൈൻഡ് ജീസസ്. ഈശോയെക്കുറിച്ചൊരു വിചാരം മാത്രം. എന്താണ്? ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. അവരുടെ ഉള്ളിലിരിപ്പാണ് ആ വിശ്വാസം. അപ്പം തന്നെ പവറടിച്ചു. ഇപ്പോഴും ഇയാൾക്ക് ഈ എലീഷയ്ക്ക് പവറടിക്കണേ എങ്ങനെയാണ്? ഗായകൻ പാടിയപ്പോൾ എലീഷയിലേക്ക് പവറടിച്ചു. അപ്പോൾ ഒരു പാട്ട് നിസ്സാരം. ഇപ്പം നിങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇല്ലേ? കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരും ചാടി വീണ് ഉടനെ മൊബൈലെടുത്ത് ഓൺ ചെയ്യണില്ലേ? ചില മുണ്ണകൾ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കും മൊബൈലെടുത്ത് ഓൺ ചെയ്യും. അവരുടെ കൈയൊക്കെ തളർന്നു പോകാതിരുന്നത് അത്രയും നല്ലതാണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിട്ടുവീഴ്ച കാണിക്കുന്നത്. ചിലവന്മാർ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ ചാടിപ്പോവും, പുറത്തേക്ക് മൊബൈൽ കൊണ്ട് പോകും. അഭ്യാസമാണ്, വിവരമില്ലായ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പത്വമാണ്. എന്ന് വെച്ചാൽ കാര്യം ദിവ്യകുർബാനയിൽ കർത്താവ് ഇരിക്കുമ്പോൾ ഇവന് അതിനേക്കാൾ വലുതാണ് വേറെ ആരാണ്ടെന്ന്. ആരാണ്ട് വായ നോക്കി വിളിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവനൊക്കെ നിന്നെ വിളിച്ച ആൾക്കാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് വിലയുണ്ട്? ഒരു വിലയുമില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില നോക്കിയിട്ട് വേണം നീ ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ. ആര് വിളിച്ചാലും അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. വരട്ടെ, കർത്താവ് തീരുമാനിക്കണം, നടക്കും. കർത്താവിനേക്കാൾ വലിയ കമ്പനിയിലല്ല. ഇൻ്റർവ്യൂ ആണെന്നാണ് പറയണത്. അപ്പം നീ ഒരു നിലപാടെടുക്കണം. നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയമായിരുന്നത്. നിൻ്റെ റിസൾട്ടിനേക്കാളും നിൻ്റെ കമ്പനി ഇൻ്റർവ്യൂവിനേക്കാൾ വലിയവരാണ് ദൈവം എന്ന് നിനക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വേണമായിരുന്നു. അതിനെ കർത്താവ് പറയണത് സഹായകനെന്ന്. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എന്താ കാര്യം എന്നറിയാവോ? ഈ സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് കുർബാനയ്ക്ക് വരും, പക്ഷേ ആരെങ്കിലും വിളിച്ചാൽ മൊബൈൽ വന്നാൽ റിങ് അടിച്ചാൽ അപ്പത്തെ ചാടി പുറത്ത് വീഴും. എന്താ കാര്യം? അത് നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ വിളിക്കുന്ന കമ്പനിയേക്കാളും ഇൻ്റർവ്യൂവിനേക്കാളും റിസൾട്ടിനേക്കാളും വലിയവൻ്റെ മുമ്പിലാണ് നീ നിൽക്കണതെന്ന് നിനക്ക് പറഞ്ഞു തന്ന് സഹായിക്കാൻ ആരുമില്ല. അതായത് നീ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനായതുകൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? സങ്കടപ്പെട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് മുട്ട എന്ന് മനസ്താപം ചെല്ലണം. നീ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നീ കാര്യം മനസ്സിലാക്കിയ കർത്താവെ അറിയാതെ പെട്ടെന്നുള്ള ധൃതിക്ക് ചെയ്തു പോയതാണ് ഈശോയെ. എൻ്റെ ദൈവം ഏറ്റവും നല്ലവനും എല്ലാത്തിനും പ്രിയ സ്നേഹിക്കപ്പെടും. റെക്ടിഫൈ ചെയ്യണം, ഉടനെ റെക്ടിഫൈ ചെയ്യണം. മനസ്സാപരണം ഭയങ്കര പ്രാർത്ഥനയാണ്. ശരിക്കും പറഞ്ഞാൽ അറിയാൻ പാലാത്തവർ കൃപാസക്തി വരുമ്പോൾ പഠിക്കും. അത് എല്ലാവരും പഠിക്കുകയെ. അങ്ങനെയല്ല, ഞങ്ങളിവിടെ കുർബാന സ്വീകരിക്കണ മുമ്പ് മനസ്സാപരണം ചെല്ലും. കാര്യം എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന ഉണ്ട്, അത് നമുക്ക് ഇതിനായിട്ട് മനുഷ്യനെ എഴുതിയ പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ലതാണ് മനസ്സാപരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായി. കണ്ട അവിടെ വന്നില്ല, കണ്ടില്ലേ? ഇൻ്റർവ്യൂവിനേക്കാൾ ടെസ്റ്റിനേക്കാളും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മനസ്താപം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മനസ്താപമാണൊരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ ഒരു ആസ്തിഭദ്രത. നിനക്ക് മനസ്താപം ഉണ്ടോ? നിനക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ പറ്റും. അയാൾ പ്രാർത്ഥിച്ചില്ലേ? ആരാണ്? കർത്താവെ, അബദ്ധം പറ്റിപ്പോയി, എന്നാലും നിൻ്റെ തിരുസന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിച്ചില്ലേ ദാവീദ്? അതുപോലെ തന്നെ മനസ്താപത്തിന് പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവ തിരുസന്നിധിയിൽ എന്ത് സഹായകനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് മനസ്താപം തരേണ്ടത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്, സഹായം ഇല്ലാത്തത് കൊണ്ടാണ് ചാടിപ്പോണത്. മനസ്താപം ഇല്ലാത്തതും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് സംഭവം. മനസ്താപം ഉണ്ടാകത്തിന് സഹായവും കിട്ടത്തില്ല. അത് ഭയങ്കര സീരിയസ്. അതുകൊണ്ട് ആത്മാവിനെ നേടാൻ നല്ലത് പശ്ചാത്താപമാണ്. അതാണ് ഞങ്ങൾ ഈ അമ്മയുടെ അടുത്തൊക്കെ ഞങ്ങൾ എപ്പോഴും മാറാൻ നിൽക്കേണ്ട കാര്യത്തിൽ
എല്ലാം കെട്ടാൽ എല്ലാ വിളക്കും കെട്ടാലും കെടാത്തൊരു വിളക്കാണ് അമ്മ. അമ്മേ, പരിശുദ്ധാത്മാവ് പോയ പോലെ തോന്നണം, എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ ആ സമയത്ത് നമുക്കൊരു മധ്യസ്ഥം വഹിക്കും. അതാണ് മരിയൻ മധ്യസ്ഥയുടെ ശക്തി. ഒരു കാലം കരിസ്മാറ്റിക്കിൻ്റെ വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ, മേമ്പടി പോലെ അച്ചാർ പോലെ അമ്മയെ സൂക്ഷിച്ചിരുന്ന കാലം. എന്നാ പറ്റി? അല്ല, ധ്യാനഗുരുക്കന്മാരും പോലെ പശ്ചാത്തപിച്ചിട്ടുണ്ടല്ല. പരിശുദ്ധ അമ്മയെ കുറേ കാലം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു. യേശു ഏകരക്ഷകനോട് സാധനം തിരക്കടിച്ച് കയറിയിട്ട് അവസാനം മാധ്യസ്ഥം മറന്നുപോയി. എല്ലാത്തിനും പരിശുദ്ധാത്മാവ് വരെ കെട്ടുപോകുന്ന സമയമുണ്ടായ കെട്ടുപോകാത്തൊരു വിളക്കാണ് പരിശുദ്ധാത്മ. അതാ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും കരകയറാൻ പറ്റും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ.